ബുഗാട്ടി വേറോന്റെ ഫസ്റ്റ് വേർഷനാണ്. എന്തോരം ഒരു ആഗ്രഹമായിരുന്നു എന്തായാലും ഒരു ചൈനീസ് ഡിഷ് കഴിക്കണമെന്ന്. ആലിയ ഭട്ടിന് ഇഷ്ടപ്പെട്ട കേക്ക് കണ്ടിട്ടില്ലേ, ലെറ്റോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിന്തു അബിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുള്ളത് മിർദീഫ് എന്ന് പറയുന്ന ഒരു മാളിലാണ്. ഇവിടെ നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയ്ക്ക് വന്നതാണ്. ഉച്ചയ്ക്ക് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ, വലിയ സുഖമില്ലായിരുന്നു. സിനിമ ഓക്കെ പടം, പക്ഷെ നമുക്ക് 12:30 ആയതുകൊണ്ട് ശരിക്കും അല്ലേ ചോറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് സിനിമ കയറിയപ്പോൾ ഒരു സുഖമില്ലായിരുന്നു. ഇപ്പം നമ്മൾ പോകാൻ പോണത് ഹിൽസ് മാളിലോട്ടാണ് പോകാൻ പോണത്. അവിടെ നമ്മൾ എക്സോട്ടിക് കാർസിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ചു. പോയി നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ബൈ. ഇവിടെ ഒരുപാട് മറ്റേ ലക്ഷറി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു നാൾ നമ്മൾ കയറും. അത് വേറെ കാര്യം. അല്ലേ ബിച്ചേട്ടാ? ഇവിടെ മറ്റേ കൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. പിന്നെ എന്താ ഇത് ഓഷൻ ബാസ്ക്കറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. നല്ല ആംബിയൻസാണ്. നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറി കേട്ടോ. പമ്പിൽ കയറിയപ്പോഴത്തേക്കും ഇവിടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ട്. ഇവിടെ ലോട്ടറി വിൽക്കുന്ന ചേട്ടനാണേ, പമ്പിൽ നിൽക്കുന്ന ആൾ തന്നെ. അപ്പം നമ്മളടുത്തോട്ട് വന്നപ്പോഴത്തേക്കും നമ്മളൊരു ലോട്ടറി എടുത്ത്. അടിക്കണമെന്നൊന്നും ഇല്ല, ഇതാണ് ഇവിടുത്തെ ലോട്ടറി. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എടുക്കണത്. കാണിച്ചു തരാം, ഇതാണ് ഇവിടുത്തെ ലോട്ടറി. ഇതിൻ്റെ അകത്ത് ഇനി തോനെ കൂപ്പണും കാര്യങ്ങളൊക്കെ വരും. ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇടണം ഇവിടെ. അപ്പം നമുക്ക് അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അകത്ത് തോനെ കൂപ്പൺസ് ഒക്കെ വരും കേട്ടോ. നമുക്ക് നോക്കാം. ഇതാണ് ഈ 4 ഇവിടുത്തെ 4 കാണും. 3 അല്ലേ? ഈ 3 കൂപ്പണാണ്. ഈ 3 കൂപ്പണിൽ പേരും അഡ്രസ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതി ഇവിടെ ഇടണം. പിന്നെ ഇതിൽ വേറെ കുറേ കൂപ്പൺസ് ഒക്കെ വരും, 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കിനി ഇവിടുത്തെ കടയിൽ കയറി പേന മേടിക്കണം. ലോട്ടറിയിൽ എഴുതാൻ പേന നമുക്കിനി പൂരിപ്പിച്ച് ഇവിടെ ഇടാം, ഫില്ല് ചെയ്തിടാം. എല്ലാം എൻ്റെ പേരല്ലേ പിച്ചിട്ട് എഴുതണേ? ആണോ? നല്ല ചേട്ടൻ ലോട്ടറി ഫില്ല് ചെയ്യുന്നു. അടിച്ചാൽ നമ്മൾ ആരാ പിന്നെ? അംബാനിയുടെ അടുത്ത ആളാവും അല്ലേ ബിച്ചേട്ടൻ? അബിച്ചന്റെ പേര് എഴുതി. എൻ്റെ എഴുതാത്തത് എന്തൊക്കെയല്ലേ ഐശ്വര്യം കൂടുതൽ. കിട്ടിയതും കണ്ട് പോവാനാണ് പരിപാടി എന്ന് തോന്നുന്നു. വിടത്തില്ലടാ, നിന്നെ ഞാൻ വിടത്തില്ല. നിങ്ങൾ അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അഥവാ അടിച്ചാൽ നിങ്ങൾക്കും ഞങ്ങൾ എന്ത് ശരി ഗീവ് അവേ ആയിട്ട് കുറച്ച് ഷെയർ അങ്ങോട്ട് തരും. അടുത്ത എൻ്റെ പേര് അടിച്ചട്ടെ, ഏതാണ്? ചിന്തു. CHINDU സ്പെല്ലിങ് പറഞ്ഞായിരുന്നോ? ഇനിഷ്യലും കൂടെ ഇട്ടോ, നീ തിരിച്ചറിയാതിരിക്കണ്ട. കീറിയിട്ട് ഫ്രണ്ടിലൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുവന്നിടണം. അങ്ങനെ നമ്മൾ ബോക്സിലിട്ട് കേട്ടോ. ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ഇതിവിടെ മാളിന്റെ അകത്തല്ല, പുറത്തെ സെറ്റ് ചെയ്തേക്കുന്നത്. ബുഗാട്ടി വേറോന്റെ ഫസ്റ്റ് വേർഷനാണ്. നമ്മളെ പഴയ അമേരിക്കൻ മസിൽ കാറാ, പ്ലൈമൂത്ത് എന്ന് പറയും. GSC എന്ന് പറയുന്ന കമ്പനിയുടെ എയോൺ എന്ന് പറയുന്ന സൂപ്പർ കാറാണ്. 1200 ഹോഴ്സ് പവേഴ്സ് വരെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ബെൻസിന്റെ പഴയ G-Wagon കാണട്ടെ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ മൂവീസിൽ കൊണ്ടുവന്ന് ഹരമാക്കി തീർത്തൊരു ജാപ്പനീസ് കാറുണ്ട്, നിസാൻ്റെ സ്കൈലൈൻ. അതിൻ്റെ ഒരു അടിപൊളി ഷോട്ട് കാണിച്ചത്.
ഫോർഡ് മസ്താങ്ങിനെ കാണാം. ഇവിടെ നമ്മള് മിസ്റ്റർ ബീന്റെ കാർ കണ്ടിടിച്ചല്ലേ, അതിന്റെ അകത്ത് മിസ്റ്റർ ബീന്റെ പാവ ഇരിപ്പുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാം കേട്ടോ. രണ്ട് പാവ അല്ല, ഒന്ന് മിസ്റ്റർ ബീൻ, ഒന്ന് മിസ്റ്റർ ബീന്റെ പാവയാണ് കാണിച്ചത്. നമ്മൾ വയസ്സായി റിട്ടയർ ആവുന്ന കാലത്ത് നമുക്ക് ഇത് കണക്കൊക്കെ വേണ്ടതാണ്. നടക്കട്ടെ, വണ്ടി കാണിച്ചു തരാം. ഇവിടെ ഒത്തിരി കാർസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് എത്ര നാൾ വരെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. 12 ജാനുവരി വരെ ഉണ്ട്. അപ്പൊ DSF തീരും വരെ ഉണ്ട്. അതെ, വണ്ടി പ്രാന്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ ആലിയ ഭട്ടിൻ്റെ മറ്റേ ആലിയ ഭട്ടിന് ഇഷ്ടപ്പെട്ട കേക്ക് കണ്ടിട്ടില്ലേ, ലെറ്റോ? ആ ലെറ്റോ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ടുപിടിച്ച് ഇതാണ് ആലിയ ഭട്ടിന് ഇഷ്ടപ്പെട്ട കേക്കുള്ള കട. വിളിച്ചേട്ടൻ കയറുന്നോ? ഇല്ല, നമുക്ക് ദുബായ് മോളിൽ പോയിട്ട് കയറാം. അവിടെ കയറുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടും. ആ വ്യൂവും കണ്ടിരുന്ന കേക്ക് കഴിക്കാം. അതെ, നമ്മൾ ഇവിടുത്തെ ലെറ്റോയിൽ കയറത്തില്ല, ദുബായ് മോളിലെ ലെറ്റോയിലേക്ക് അടുത്ത ദിവസം അവിടെ പോയിട്ട് അവിടെ നിന്ന് കയറാം. അതെ, നമ്മുടെ രണ്ടുപേരെ ഒരു ആഗ്രഹമായിരുന്നു എന്തായാലും ഒരു ചൈനീസ് ഡിഷ് കഴിക്കണമെന്ന്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ചൈനീസ് ഡിഷ്. അവരുടെ ടേസ്റ്റ്, ജസ്റ്റ് അവരുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ സാധനം വന്നു കേട്ടോ. മറ്റേ ചൈനീസ് ഇതെന്തായിരുന്നു, ചില്ലി കോംബോ. അതിൽ നൂഡിൽസ് ഉണ്ട്. ഇത് ചിക്കനാണ് കേട്ടോ, ചിക്കൻ. ഇത് ചില്ലി ചിക്കൻ. ചൈനീസ് ഉണ്ട്, എന്തോ അവരുടെ എന്തോ മസാലയൊക്കെ ഇട്ടിട്ട്. ഇത് ഫിഷ്. ഇത് ഫിഷ്. കഴിച്ചോക്കാം അഭിൽച്ചേട്ടൻ ഫസ്റ്റ് കഴിക്കും. എന്നിട്ട് ടേസ്റ്റ് ഞാനേ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി കുറച്ച് കഴിച്ചു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ചിക്കൻ കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇനി ഞാൻ കഴിച്ചു നോക്കാമേ. ഫിഷ് കൂടെ കഴിച്ചു നോക്ക്. ചിക്കനാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നണം അല്ലേ? ഫിഷ് സിമ്പിൾ പ്യൂർ മീറ്റ് അത്രേ ഉള്ളൂ. ഫിഷിന് ഓവർ മസാലയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ചിക്കൻ കൊള്ളാം കേട്ടോ. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഈ നൂഡിൽസിനും നമ്മൾ ഓവറായിട്ട് അങ്ങനെ ഒന്നുമില്ല അല്ലേ? ചിക്കൻ കഴിച്ചു നോക്കാം. ചിക്കൻ നല്ല ചെറിയ മധുരമൊക്കെ ഉണ്ട് കേട്ടോ ചിക്കന്. ഫിഷ് കഴിച്ചോക്കാം. ഫിഷ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഫിഷിന് ഓവർ മസാലയൊന്നുമില്ല. ആ ഒരു എല്ലില്ലാത്ത നല്ല ഫിഷ്. നല്ല ഫിഷ് മടക്കി വെച്ചു. എന്താ സംഭവം അതിൻ്റെ ഉള്ളിലെന്താ? ഓ, ഇത് വെജാണ് കേട്ടോ സാധനം. വെജായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഓ, ഇതിൽ മറ്റേ ക്യാബേജ്, ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. ക്യാബേജ്, ക്യാരറ്റ് സ്റ്റീം ചെയ്തിട്ട് ഈ റോൾ ഉണ്ടാക്കി വെച്ചേക്കുക. അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം കഴിച്ച് ഫിനിഷാക്കി, എല്ലാം കാലിയാക്കി കേട്ടോ. നമുക്ക് എണീക്കാൻ വയറൊക്കെ നിറഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇരിക്കരുതായിരിക്കും.